റീസെന്റ് റിലീസായ ഒരു മലയാളം വെബ് സീരീസ് ആണ് പേരല്ലൂർ പ്രീമിയർ ലീഗ്. ഈ ഒരു സീരീസ് കാണാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇൻസ്റ്റയിൽ വന്ന ഒരുപാട് ക്യാരക്ടേഴ്സിന്റെ റീൽസ് ആണ്. ആ ഒരു കാര്യമാണ് ഈ ഒരു സീരീസിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഒരുപാട് കിടിലൻ ക്യാരക്ടേഴ്സ് ഉണ്ട് ഈ ഒരു സീരീസിൽ. ഈ ഒരു സീരീസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ കുഞ്ഞിരാമേണ ദേശമായിട്ട് നല്ല രീതിക്ക് തന്നെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം അതിലുള്ളതുപോലെ തന്നെ ഇവിടെയും അതുപോലത്തെ ഒരു പഞ്ചായത്തും ഒരുപാട് കിടിലൻ ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ട്. ഈ ഒരു സീരീസിന്റെ സ്റ്റോറി എന്ന് പറയുന്നത് പേരല്ലൂർ എന്ന് പറഞ്ഞ പഞ്ചായത്തിൽ നടക്കുന്ന ഒരു പ്രസിഡന്റ് ഇലക്ഷനും അതിനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെയാണ് സംസാരിക്കുന്നത്. ആ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്, അല്ലെങ്കിൽ മറ്റേ ഭയങ്കര ട്വിസ്റ്റും കാര്യങ്ങളും ത്രില്ലിംഗ് അങ്ങനെ ഒന്നുമില്ല. ഒരു സിമ്പിൾ ആയിട്ട് ലീനിയർ ആയിട്ട് പോകുന്ന ഒരു സ്റ്റോറി. പക്ഷേ ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റും അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു സീരീസ് ഫുൾ എടുത്ത് കാണാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇതിലെ ക്യാരക്ടേഴ്സ് ആണ്. ഒരുപാട് കിടിലൻ ക്യാരക്ടേഴ്സ് ഉണ്ട്. അതും വളരെ നൈസ് ആയിട്ടാണ് ആ ക്യാരക്ടേഴ്സിനൊക്കെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ സീരീസ് ഇങ്ങനെ കണ്ടോണ്ടിരിക്കും നമ്മൾ ഒരിക്കലും ആ ഒരു സ്റ്റോറിനെ മെയിൻലി ഹൈലൈറ്റ് ചെയ്യാൻ ഒരു ചാൻസും ഇല്ല. കാരണം സ്റ്റോറി ഞാൻ പറഞ്ഞ പോലെ തന്നെ വളരെ സിമ്പിളും വളരെ ലീനിയർ ആയിട്ടുള്ള സ്റ്റോറിയാണ്. ആ ഒരു പഞ്ചായത്ത് ഇലക്ഷനിൽ റിലേറ്റ് നടക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഈ ഒരു സീരീസ് മുന്നോട്ട് നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കേണ്ട മെയിൻ റീസൺ പറഞ്ഞാൽ ക്യാരക്ടേഴ്സ് ആണ്. സോ ഈ ക്യാരക്ടേഴ്സിന്റെ പ്ലേസ്മെന്റും ആ ക്യാരക്ടേഴ്സ് തമ്മിലുള്ള കണക്ഷൻസോ അല്ലെങ്കിൽ ആ ഓരോ ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസോ അല്ലെങ്കിൽ അവരുടെ ഒരു അല്ലെങ്കിൽ ആ ഓരോ ക്യാരക്ടർ ബിൽഡപ്പ് ഒക്കെ നമ്മൾ കാണുമ്പോൾ സ്റ്റോറി ടോട്ടലി നമ്മൾ മറക്കും. കാരണം പിന്നീട് അങ്ങോട്ട് സ്റ്റോറിക്ക് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. സ്റ്റോറി ആ ഒരു ആദ്യത്തെ 2-3 എപ്പിസോഡ് കഴിയുമ്പോൾ തന്നെ സ്റ്റോറിയുടെ ഒരു ഇമ്പാക്ട് ഒക്കെ കുറയും. പിന്നീടുള്ള എൻറ്റയർ സീരീസ് ഉള്ളൂ നമ്മൾ ആ ഒരു ക്യാരക്ടേഴ്സിന് വേണ്ടി തന്നെ കാണുന്നുണ്ട്. എൻറ്റയർ സീരീസ് വാസ് നൈസ് ആണ്. ഈ ക്യാരക്ടേഴ്സിന്റെ കാര്യങ്ങളും അവർ ചെയ്യുന്നതും എല്ലാം അടിപൊളിയായിട്ട് തന്നെ പോകുന്നുണ്ട്. ഒരു കിഡിലും അല്ലെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് മലയാളം വെബ് സീരീസ് എന്നല്ല, ഒരു നൈസായിട്ട് കാണാൻ പറ്റിയ ഒരു സിനിമ കാണുന്ന പോലെ കണ്ടു തീർക്കാൻ പറ്റിയ ഒരു നൈസായിട്ടുള്ള വെബ് സീരീസ് ആണ്. ഓരോ എപ്പിസോഡ് എനിക്ക് തോന്നുന്നു ഒരു അരമണിക്കൂറൊക്കെ ഉള്ളൂ. സോ ഒറ്റയിരിപ്പിരുന്ന ആ ഒരു 7 എപ്പിസോഡ് കണ്ടു തീർക്കാൻ പറ്റും. മെയിൻലി ആ ക്യാരക്ടേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ സീരീസ് കാണുന്നത് തന്നെ. അതും ഓരോ ക്യാരക്ടേഴ്സ് എന്നൊക്കെ പറയുന്നത് അത്ര സിമ്പിൾ ഒന്നും അല്ല. അല്ലെങ്കിൽ ഒരു ജൂനിയർ ആർട്ടിസ്റ്റോ ന്യൂ ഫേസസോ അങ്ങനെയൊന്നും അല്ല ഈ സീരീസിൽ. മെയിൻലി മലയാള സിനിമയിലൊക്കെ നമ്മൾ മെയിൻ ആയിട്ട് കാണുന്ന ഒരുപാട് ആക്ടേഴ്സ് ഈ ഒരു സീരീസിലുണ്ട്. ജൂനിയർ ആർട്ടിസ്റ്റ് ഉണ്ട്, ന്യൂ ഫേസസ് ഉണ്ട്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരു കിടിലൻ ക്യാരക്ടേഴ്സും ആ ഒരു ക്യാരക്ടർ പ്രസന്റേഷനും ആ ഒരു ക്യാരക്ടറിന്റെ ബിൽഡപ്പ് എല്ലാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ്. ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞ് ജസ്റ്റ് പാസ് ചെയ്ത് പോണത് പോലെയല്ല. ഓരോ ക്യാരക്ടറിനെയും നൈസായിട്ടാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ചിലപ്പോൾ സ്ക്രീനിൽ കുറച്ച് ടൈം മാത്രമേ കാണുന്ന ക്യാരക്ടേഴ്സ് ഒക്കെ ആയിരിക്കും. പക്ഷെ അവർക്ക് പോലും ആ ഒരു എൻ്റെ സ്റ്റോറിയായിട്ട് നല്ല രീതിക്കുള്ള കണക്ഷനും അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് ആ ഒരു എൻ്റയർ സീരീസിലെ എല്ലാ ക്യാരക്ടേഴ്സും പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഒരുപാട് കിടിലൻ ക്യാരക്ടേഴ്സ് ഉണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട 2 ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് സൈക്കോ ബാലനും ഒന്ന് സോമൻ എന്ന് പറഞ്ഞ ക്യാരക്ടേഴ്സാണ്. ഈ 2 ക്യാരക്ടേഴ്സും കിടിലാണ്. സൈക്കോ ബാലൻ എന്ന് പറഞ്ഞാൽ അജു വർഗീസിന്റെ ക്യാരക്ടറാണ്. ആ ഒരു ക്യാരക്ടർ എന്ന് പറയുന്ന ഒരു സൈക്കോയുടെ നാട്ടിൽ നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. ആൻഡ് ദാറ്റ് ക്യാരക്ടർ വാസ് കിടിലാണ്. കാരണം പുള്ളിക്കാരൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അല്ലെങ്കിൽ അത് എങ്ങനെയാണ് നാട്ടുകാർ അഫക്ട് ചെയ്യണതും പുള്ളിക്കാരൻ ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ നിന്ന് ജസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കും. അത് ചെയ്യണ എല്ലാം സൈക്കോ ആണ്. ചെയ്യുന്ന എല്ലാം ചെയ്തിട്ട് പുള്ളിക്കാരെ ഇങ്ങനെ നിന്ന് ചിരിച്ചുകൊണ്ടിരിക്കും. അതൊക്കെ ഭയങ്കര രസമാണ് കാണാൻ. അതായത് മറ്റുള്ളവരെ തമ്മിൽ അടുപ്പിച്ചിട്ട് പുള്ളിക്കാരെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണൊക്കെ ഭയങ്കര നൈസാണ്. ആ ഒരു എൻ്റെ ക്യാരക്ടറിനെ അടിപൊളിയായിട്ട് റൈറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നീട് അശോക് ചേട്ടൻ ചെയ്ത സോമൻ എന്ന ക്യാരക്ടർ, പുള്ളിക്കാരൻ എപ്പോഴും ഇലക്ഷനിൽ നിന്ന് ഇങ്ങനെ തോക്കുന്ന ഒരാളാണ്. ദാറ്റ് ക്യാരക്ടർ വാസ് കിഡിലാണ്. ഒരു മോട്ടിവേഷണൽ ക്യാരക്ടർ എന്നാണെങ്കിൽ നമുക്ക് പറയാം. കാരണം ഒരുപാട് കാലമായിട്ട് എനിക്കൊരു 8-9 വർഷമായിട്ട് ഇങ്ങനെ ഇലക്ഷൻ നിന്ന് തോറ്റ് പിന്നീടും പോയി നിൽക്കും ഇലക്ഷൻ. അപ്പോൾ ആൾക്കാരൊക്കെ കളിയാക്കിയാലും പുള്ളിക്കാരൻ പറയും ഇനിയൊരു ചാൻസ് ഉണ്ട്, ഇനിയും രക്ഷപ്പെടാം, അല്ലെങ്കിൽ ഇനിയും ജയിക്കാം. അതായത് ഒരു സിമ്പിൾ മോട്ടിവേഷൻ ആണ്. അല്ലെങ്കിൽ ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞ് നൈസായിട്ട് പോകുന്ന ഒരു ക്യാരക്ടറാണ്. സോ ഈ 2 ക്യാരക്ടേഴ്സ് ആയിരുന്നു എൻ്റെ കുറച്ച് ഫേവറേറ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്. ഇവർ 2 മാത്രമല്ല, ഇതിലുള്ള എല്ലാ ക്യാരക്ടേഴ്സും അടിപൊളിയായിട്ട് തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ക്യാരക്ടേഴ്സിനെ കാണാൻ വേണ്ടി മാത്രം ഈ സീരീസ് കാണാം. നൈസായിട്ട് അടിപൊളിയായിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്ത് കാണാൻ പറ്റും. ഫസ്റ്റ് ഒരു 2-3 എപ്പിസോഡ് കഴിയുമ്പോൾ സ്റ്റോറിയുടെ ഇമ്പാക്ട് ഇങ്ങനെ കുറയും. പിന്നീട് ക്യാരക്ടേഴ്സിന്റെ കാര്യങ്ങൾ വെച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ചില സ്ഥലങ്ങളിലൊക്കെ വർക്കാവും, ചില സ്ഥലത്ത് വർക്കാവില്ല. അങ്ങനത്തെ രീതിയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷെ എന്നാലും നൈസായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സീരീസ് ആണ്. അല്ലെങ്കിൽ വൺ ഓഫ് ദ കിഡിലം സീരീസ് അല്ലെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് എന്നല്ല ഞാൻ പറയുന്നത്. സോ ഒരു സിമ്പിൾ ആയിട്ടൊന്ന് കാണാനും ചിരിക്കാനൊക്കെ പറ്റിയ ഒരു അടിപൊളി സീരീസ് ആണ്. സോ എന്തായാലും ചെക്കൗട്ട് ചെയ്ത് നോക്കൂ. ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ്. ഓൾറെഡി പേരല്ലൂർ പ്രീമിയർ ലീഗ് എന്ന സീരീസ് കണ്ടവരാണെങ്കിൽ നിങ്ങളെ റിവ്യൂസ് എന്താണെന്ന് വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.